അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇത് നോക്കൂ, നമ്മൾ സ്വർണ്ണക്കൊള്ള നടന്ന സമയത്തും പറഞ്ഞതാണ്, കൃത്യമായ ഭരണതലത്തിലുള്ള ഇടപെടൽ സഹായം ഇല്ലാതെ ഇത്ര വലിയ ഒരു കാട്ടുകൊള്ള ശബരിമലയിൽ നടത്താനാകില്ല എന്ന്. ഈ നെയ്യുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ സഹകരണ മന്ത്രിക്കാണല്ലോ മിൽമയുടെ ഒരു ചുമതല എന്ന് പറയുന്നത്. ദേവസ്വം മന്ത്രിയായി വരുന്നതും അദ്ദേഹം തന്നെ. നോക്ക്, ഇവർ തമ്മിൽ ഒരു കോറിലേഷൻ കാണുന്നില്ലേ? മിൽമയ്ക്ക് ഒരു ചെറിയ ഒരു പിശകുണ്ട്. അത് മിൽമയുടേത് ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലാണ് വരുന്നത്. അത് ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലാണ് മിൽമ വരുന്നത്. നമ്മൾ ശബരിമലയുടെ ഈ സംഭവങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ ഭക്തജന സമൂഹത്തിന് വളരെ ആശങ്ക ഉളവാക്കുകയാണ്. ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ രാധാകൃഷ്ണൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ സ്വർണത്തിനെ പറ്റിയുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വലിയൊരു സംഭവം തന്നെ കേരളത്തിൽ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ശ്രീ സതീഷ് വസന്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ പറയട്ടെ, ശബരിമലയിൽ നടക്കുന്ന നെയ്യഭിഷേകത്തിന് നല്ല നെയ്യാണോ ഉപയോഗിക്കുന്നതെന്ന്. ഒരിക്കലും അല്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഈ വിവാദം. ശബരിമലയിലേക്ക് നെയ്യഭിഷേകത്തിന് കൊണ്ടുപോകുന്ന യഥാർത്ഥ മിൽമയുടെ നല്ല നെയ്യാണെന്ന് നമ്മൾ അങ്ങ് എടുക്കുന്നു. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോ അല്ലെ ചർച്ചയുടെ ഭാഗമായിട്ടോ നല്ല നെയ്യായിരുന്നു സംഭവിച്ചു. പക്ഷെ നല്ല നെയ്യ് അല്ലല്ലോ അവിടെ ചെന്നത്. നല്ല നെയ്യ് അല്ല എങ്കിൽ അത് വ്യാജ നെയ്യാണ്. അല്ലെങ്കിൽ മോശമായ വസ്തുക്കൾ ഉപയോഗിച്ച് മൃഗക്കൊഴുപ്പും സസ്യ എണ്ണയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് ഡാൽഡ എന്ന് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള നെയ്യ് വെച്ചാണ് അഭിഷേകം നടത്തിയതെങ്കിൽ അത് വ്യാജമാണ്, ഡാൽഡ അഭിഷേകം എന്ന് ഞാൻ പറഞ്ഞത് ഉറച്ചു നിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രാധാകൃഷ്ണൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു പർച്ചേസ് സംവിധാനങ്ങളൊക്കെ ശബരിമലയിൽ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശബരിമലയിലെ പർച്ചേസിന് വർഷങ്ങളോളം ചുമതല ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ പേര് മനു എന്നാണ്. ഈ മനു എന്ന് പറയുന്ന പക്ക ഫ്രോഡായിട്ടൊരു കള്ളനായിരുന്നു. അദ്ദേഹത്തിനായിരുന്നു ശബരിമലയിലെ സ്റ്റോറിന്റെ ചാർജ് ഉണ്ടായിരുന്നത്. ഈ ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അഷ്ടാഭിഷേകം എന്ന് പറയുന്നത്. ഏകദേശം 10-25,000 അഷ്ടാഭിഷേകങ്ങൾ പ്രതിവർഷം നടക്കാറുണ്ട്. ഈ അഷ്ടാഭിഷേകത്തിനൊരു പടിത്തരമുണ്ട്. എന്ന് പറഞ്ഞാൽ എത്ര നെയ്യ് വേണം, എത്ര തേൻ വേണം, എത്ര കദളിപ്പഴം വേണം, എത്ര വിഭൂതി വേണം, എത്ര ചന്ദനം വേണം തുടങ്ങിയ കൃത്യമായ കണക്കുണ്ട്. 100 അഷ്ടാഭിഷേകത്തിന് എത്ര തേൻ വേണം, എത്ര കദളിപ്പഴം വേണം. 100 അഷ്ടാഭിഷേകത്തിന് 100 കദളിപ്പഴം മതി യഥാർത്ഥത്തിലുള്ള പടിത്തരം അനുസരിച്ചുകൊണ്ട്. പക്ഷെ ഈ മനു എഴുതുന്ന എന്താണെന്ന് അറിയാവോ? 1000 കദളിപ്പഴം സ്റ്റോറിൽ നിന്ന് എഴുതും. അന്നേരം 900 കദളിപ്പഴത്തിന്റെ പൈസ മനുവിന്റെ പോക്കറ്റിൽ വിരിക്കും. അതിന്റെ ഒരു വിഹിതം അജികുമാറിനും അല്ലെങ്കിൽ പ്രശാന്തിനും അതേപോലെയുള്ള പത്മകുമാർ ഉൾപ്പെടെയുള്ള മെമ്പർമാർക്കും ചെല്ലും. അതേപോലെ തന്നെ മുന്തിരി എന്ന് പറഞ്ഞാൽ 100 അഷ്ടാഭിഷേകത്തിന് 1.5 കിലോ മുന്തിരി മതി. പക്ഷെ എത്ര എടുക്കുന്നതെന്ന് അറിയാവോ? സ്റ്റോറിലെ രജിസ്റ്റർ ഇൻഡന്റും പ്രകാരം 20 കിലോ എടുക്കും. എന്ന് വെച്ചാൽ 18 കിലോ ഈ മുന്തിരിയുടെ പൈസ ഇവരുടെ പോക്കറ്റിലേക്ക് പോകും. അതുപോലെ തന്നെ നെയ്യ് 50 ലിറ്റർ മതി 100 അഷ്ടാഭിഷേകത്തിന്. പക്ഷെ എടുക്കുന്ന എത്രയാണെന്ന് അറിയാവോ? ഈ നെയ്യുടെ കണക്ക് 15 കിലോ നെയ്യ് എടുക്കും. ഇതാണ് തട്ടിപ്പ്. എന്ന് വെച്ചാൽ ശബരിമല എന്ന് പറയുന്ന ഒരു കറവ പശുവാണ്. അത് രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള ഒരു അവിഹിതമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ശബരിമലയെയും അതേപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ മറ്റ് ക്ഷേത്രങ്ങളെയും കൊള്ളയടിക്കുന്നതിന് വേണ്ടി നിയുക്തമായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആവാനും മെമ്പർമാരാകാനും ഇത്ര താല്പര്യമെടുക്കുന്നത്? ഒരു 2 വർഷക്കാലത്തേക്ക് ഒരു ഇന്നാവോ കാറ് കിട്ടുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. അവരുടെ 20 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തുണ്ടാക്കണം. അത് അയ്യപ്പന്റെ എന്ത് വിറ്റാണെങ്കിലും, അയ്യപ്പനെ ഏത് രീതിയിൽ കൊള്ളയടിച്ചാണെങ്കിലും, അത് തേനായിക്കൊള്ളട്ടെ, നെയ്യായിക്കൊള്ളട്ടെ, വിഭൂതി ആയിക്കൊള്ളട്ടെ, കദളിപ്പഴമായിക്കൊള്ളട്ടെ, ഏതും ഞങ്ങൾ കൊള്ളയടിക്കും. ഞങ്ങളുടെ കുറെ തലമുറകൾക്ക് ഒരലച്ചിലില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ തിന്ന് കൊഴുത്ത് നടക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മെമ്പർ സ്ഥാനത്തേക്കും ഈ രാഷ്ട്രീയക്കാരെ ആകർഷിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ നിന്ന നിപ്പിൽ KPCCയുടെ സെക്രട്ടറി ആയിരുന്ന, അതുപോലെ തന്നെ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്ന പ്രശാന്ത് ഒരൊറ്റ ദിവസം കൊണ്ട് മറുകണ്ഠം ചാടി ചെന്നപ്പോൾ അയാളെ പറ്റി ഇവർ പഠിച്ചു. ഇയാൾ ഞങ്ങൾക്ക് യോജിച്ച ആളാണ്, ഞങ്ങൾ പറയുന്ന രീതിയിൽ തിരക്കഥയ്ക്കനുസരിച്ച് കൊണ്ട് കൊള്ള നടത്താനും മോഷണം നടത്താനും അതിന്റെ വിഹിതം ഞങ്ങൾക്ക് തരാനും കഴിവും പ്രാപ്തിയുമുള്ള വ്യക്തിയാണ് പ്രശാന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അയാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ചത്. അജികുമാറിന്റെ CPIയുടെ ഡിസിപ്ലിനറി കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. അജികുമാർ അഴിമതിക്കാരനാണ്, കള്ളനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് CPIയുടെ ആലപ്പുഴ ജില്ലാ നേതൃത്വം. എന്നിട്ടും എന്തേ അയാൾക്ക് ദേവസ്വം ബോർഡിന്റെ മെമ്പർ സ്ഥാനം കൊടുത്തു എന്നുള്ളതിനെ പറ്റി അന്വേഷണം നടക്കേണ്ടതുണ്ട്.
ഇത് ഒരു നിസ്സാരമായ തട്ടിപ്പല്ല ശബരിമലയിലും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും നടക്കുന്നത്. ഇന്ന് ഈ മനുവിന്റെ തട്ടിപ്പിനെ പറ്റിയുള്ള വാർത്ത കേരളത്തിൽ ഒരൊറ്റ ചാനലും കൊടുത്തില്ല. അത് ജനം ചാനലിൽ മാത്രമാണ് ആ വാർത്ത വന്നത്. വളരെ വിശദമായി ദേവസ്വം വിജിലൻസിലെ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന അനീഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ 12 പേജോളം വരുന്ന റിപ്പോർട്ടാണ് ഹൈക്കോടതിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെയാണ് തട്ടിപ്പ്, എങ്ങനെയൊക്കെയാണ് തട്ടിപ്പ് നടത്തുന്നത്. അതേപോലെ തന്നെയാണ് നെയ്യുടെ കാര്യം. നെയ്യുടെ കാര്യത്തിനെ പറ്റിയുള്ള തട്ടിപ്പ് വളരെ ആസൂത്രിതമാണ്. അതിന് കളങ്കിത വ്യക്തിത്വങ്ങളുണ്ട്. പ്രശാന്തിൽ തുടങ്ങി താഴെ തട്ടിലുള്ള പല ഉദ്യോഗസ്ഥരും ഈ ശബരിമലയെ ചുറ്റിപ്പറ്റി കഴിയുന്ന പലരും ഇതിന്റെ പിറകിലുണ്ട്. നമ്മൾ നീലിമ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ശബരിമലയിലെ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് തൊട്ട് ഈ നെയ്യ് അഭിഷേകം വരെ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു കോക്കസ് നെറ്റ്വർക്കും കോടാനുകോടി രൂപയാണ് പ്രതിവർഷം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അടുത്ത സമയത്ത് എന്നിൽ ലഭ്യമായ ഒരു വിവരാവകാശ രേഖയുണ്ട്. ഈ ശബരിമലയിലെ ക്ഷേത്രം ഉൾപ്പെടെ 4ഓ 5ഓ ക്ഷേത്രങ്ങൾ ഒഴിച്ച് ബാക്കി ഒരൊറ്റ ക്ഷേത്രവും സ്വാശ്രയത്തിൽ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ഈ ക്ഷേത്രങ്ങളുടെ വരുമാനം കൊണ്ടാണ് ബാക്കി ക്ഷേത്രങ്ങളൊക്കെ കഴിയുന്നതെന്നാണ് ദേവസ്വം ബോർഡ് തന്നിട്ടുള്ള വിവരാവകാശ രേഖയിലെ മറുപടി. നമ്മൾ മനസ്സിലാക്കണം. എന്തേ? നമ്മുടെ നാട്ടിലെ സ്വകാര്യ ക്ഷേത്രങ്ങളും സ്വകാര്യ ട്രസ്റ്റുകളും നടത്തുന്ന ക്ഷേത്രങ്ങൾ നോക്കൂ. അവർ കടം മേടിച്ചാണോ ക്ഷേത്രങ്ങൾ നടത്തുന്നത്? അല്ല അത് മോഷണം നടത്തിയാണോ ക്ഷേത്രങ്ങൾ നടത്തുന്നത്? അല്ല. ആ ഭക്തജന സമൂഹത്തിനെ, ചുറ്റുപാടുമുള്ള ഭക്തജന സമൂഹത്തിനെ വിശ്വാസത്തിൽ എടുക്കുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അർത്ഥവും സാധന സാമഗ്രികളും ഭക്തർ സമർപ്പിക്കും. ആ ക്ഷേത്രങ്ങളുടെ നിത്യനിദാന കാര്യങ്ങൾ നടക്കും. പക്ഷേ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ ഭക്തജനങ്ങൾക്ക് വിശ്വാസമല്ല. അവരവിടെ പോയി തൊഴുന്നുണ്ടാകാം, പക്ഷെ കാണിക്കയിടുകയോ സാധനം കൊടുക്കുകയോ ചെയ്യാത്തതിന്റെ കാരണം ഇത്തരത്തിലുള്ള വമ്പൻ അഴിമതികളാണ്. ഇത്തരത്തിലുള്ള അഴിമതി കാണിച്ചാൽ ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം? ദേവനും ദേവിക്കും എന്താണ് പ്രയോജനം? ക്ഷേത്രത്തിന് ഭൗതിക സാഹചര്യങ്ങളിൽ വികസനം ഉണ്ടാകുമെന്ന ആശങ്ക ഭക്തർക്കുള്ളത് കൊണ്ട് അവർ കാണിക്ക അർപ്പിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ മോഷണങ്ങൾ, കട്ടളപ്പാളിയുടെ മോഷണം, ദ്വാരപാലക ശില്പത്തിന്റെ മോഷണം, ഈ അഴിമതി കാണിച്ച് ഈ നെയ്യുടെ ഈ പ്രശ്നങ്ങൾ, ഞാൻ പറഞ്ഞ ഡാൽഡ എന്ന വാക്ക് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. ഇത്രയും കാര്യങ്ങൾ നടന്ന ശബരിമല ക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നം അടിയന്തരമായി നടത്തേണ്ടതാണ്. കാരണം മോഷണം നടക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദേവഹിതം നോക്കേണ്ടതാണ് എന്ന് ഹിന്ദു തത്വശാസ്ത്രങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ടുള്ള രാധാകൃഷ്ണൻ സാറിന് അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ ദേവസ്വം ബോർഡും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചും അക്കാര്യത്തിൽ ഒരു താല്പര്യം എടുക്കാത്തതെന്നുള്ളതിനെ പറ്റി നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം ദേവ ചൈതന്യം ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ. അതിന്റെ കാരണം ഇത്തരത്തിലുള്ള മോഷണങ്ങൾ, ഇത്തരത്തിലുള്ള അഴിമതികൾ, ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥത കൊണ്ടാണ് എന്ന് എല്ലാവർക്കും ഭക്തജനങ്ങൾക്ക് മനസ്സിലായി. അഡ്വക്കേറ്റ് അനിൽ വിളയില്ലേ, ശബരിമലയിലെ ദോഷങ്ങൾ മാറാൻ മൂകാംബികയിലും കാസർഗോഡും ഒക്കെ പ്രത്യേക പൂജ നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അല്ലല്ല, ഒരു ചെറിയ കാര്യം അതിനെപ്പറ്റി തന്നെ ഒരു ചെറിയ കാര്യം. 8 വർഷം മുമ്പ് നിശ്ചയിച്ച പരിഹാര ക്രിയകൾക്കാണ് ഇപ്പോ ദേവസ്വം ബോർഡ് പൈസ അനുവദിച്ചിരിക്കുന്നത്. നോക്കണം, 8 വർഷം ഒരു പരിഹാരവും ചെയ്യേണ്ടി വന്നില്ല. ഇപ്പൊ പേടിച്ചു പോയി. കാരണം വാലെ കിടക്കുകയല്ലേ ജയിലിലേക്ക്. 90 ദിവസം 91 ദിവസം കിടക്കുമ്പോ പേടിച്ചു പോയി ചിലര്. അതുകൊണ്ടാണ് ഈ 50 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്ന പരിഹാര ക്രിയകൾക്ക്. അതിലെ കാസർഗോട്ടും മഞ്ചേശ്വരത്തുമുള്ള ക്ഷേത്രങ്ങളിൽ പോയി ഈ വഴിപാട് നടത്തി ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാറണമെന്ന് പറയുന്നത്. 8 വർഷം മുമ്പ് ഓരോ വ്യാഴവട്ടക്കാലത്തുമാണ് ഈ ദേവപ്രശ്നങ്ങളും അല്ലെങ്കിൽ പരിഹാര ക്രിയകളും ചെയ്യേണ്ടത്. ശബരിമലയുടെ കാര്യത്തിലും ഇത് ബാധകമാണ് എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. ദേവസ്വത്തിന്റെ ബെഞ്ച് ഉൾപ്പെടെയുള്ള ആൾക്കാർ അതൊന്ന് മനസ്സിലാക്കി കാര്യങ്ങളെ ഉടനടി തന്നെ ശബരിമലയില് ഒരു ദേവപ്രശ്നം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നാട്ടിലെ ഭക്തജന സമൂഹം പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു OP ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്മേലും നാളിതുവരെയായിട്ടും തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വിഷമകരമായ സാഹചര്യമാണ്. അതുകൊണ്ട് ഈ കള്ളന്മാരെ അനുഭവിക്കണം, കിടക്കണം, ഇവർക്ക് ജാമ്യം കിട്ടരുത്. ഒരു കാര്യം കൂടെ, ഈ പഴയ മാർക്ക് ലിസ്റ്റിൽ ഒരു കോടതി ഉണ്ടായിരുന്നു, മാറാടിന് ഒരു കോടതി ഉണ്ടായിരുന്നു. ഇനി ശബരിമല കൊള്ളയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പമ്പയിലോ നിലയ്ക്കലോ ശബരിമല സന്നിധാനത്തോ ഒന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ പ്രത്യേക കോടതി തന്നെ വേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ശബരിമല കൊള്ള കോടതി തന്നെ വേണം.